ഇതാണ് ക്ലിയോപാട്ര. ഇതെന്ന് പറയണ ഇപ്പം ബാക്കിയുള്ളതൊക്കെ ഞാൻ അങ്ങനെ കണക്കാക്കിയൊന്നും ചെയ്യില്ല. പക്ഷെ ഇത് ക്ലിയോപാട്രയൊക്കെ ആണ്. ഇത് രണ്ടും ഒപ്പം പിടിക്കുമ്പോ ഇതിന്റെ ലീഫ് കണ്ടാ നല്ല വ്യത്യാസമില്ല. കാണുമ്പോ ഒറ്റ നോട്ടത്തിൽ ഒരുപോലെ ഇരിക്കുന്നു അല്ലേ. പിന്നെ ഇതെന്ന് പറയണ ഇപ്പൊ നമ്മള് നേരത്തെ പറഞ്ഞില്ലേ എങ്ങനെ നിർത്തണേന്നല്ലേ. ലീഫ് നല്ല സൈസാണ്, മാത്രമല്ല പ്ലാന്റും നല്ല ഗ്രോത്ത് ആണ്. ചേച്ചി അപ്പൊ എന്താണ് ഇതിന് ഫെർട്ടിലൈസർ, അല്ലെങ്കിൽ എങ്ങനെയാണ് ഇവരെ കെയർ ചെയ്തെടുക്കുന്നത്? ഫെർട്ടിലൈസർ. ഹായ് ഫ്രണ്ട്സ്, ഗുഡ് ഈവനിങ്. അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിന്നുള്ളത് തൃശ്ശൂർ ജില്ലയിലെ ചെങ്ങാലൂരിലുള്ള നമ്മുടെ ചേച്ചിയുടെ ഹോം ഗാർഡനിലാണ് നമ്മളിന്നുള്ളത്. ഹോം ഗാർഡൻ മാത്രമല്ല, ഹോം ഗാർഡൻ വിത്ത് നഴ്സറിയാണത്. ഇവിടെ കൂടുതലായിട്ട് ചെയ്യുന്നത് എപ്പീസിയ, ഗോണിയ വെറൈറ്റീസ് വരുന്ന പ്ലാന്റുകളാണ് ചേച്ചി കൂടുതലായിട്ട് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു ഹോം ഗാർഡനിലെ കാഴ്ചകളും വിശേഷങ്ങളും ചേച്ചി പ്ലാന്റുകളെ കെയർ ചെയ്യുന്ന രീതിയാണ് നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോയുടെ കാണാൻ പോകുന്നത്. വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് ആദ്യം മുതൽ അവസാനം വരെ മുഴുവനായിട്ട് കാണുക. അതുപോലെ ഇതുപോലുള്ള വീഡിയോസ് ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ നമ്മുടെ ചാനൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. നമസ്കാരം, എൻ്റെ പേര് ഉഷ. എൻ്റെ വീടെന്ന് പറയുന്നത് ചെങ്ങാലൂരിലാണ്. ചേച്ചി റൂട്ട് ഒന്ന് കറക്റ്റ് പറഞ്ഞുതരാമോ നമുക്ക്? റൂട്ട് ഇപ്പം പുതുക്കാട് എന്ന് പറയുന്ന സ്ഥലം, അതായത് നമ്മുടെ തൃശ്ശൂർ എറണാകുളം റൂട്ടിലെ പുതുക്കാട് എന്ന് പറയുന്ന സ്ഥലത്ത് വന്നിട്ട് പുതുക്കാട് സിഗ്നൽ കഴിയുമ്പോൾ ഫസ്റ്റ് ലെഫ്റ്റ്, അവിടെ നിന്ന് ഒരു 8 കിലോമീറ്റർ ഏകദേശം ഇങ്ങോട്ട് വീട്ടിലേക്ക് ഉണ്ടല്ലേ. ഓക്കെ ഓക്കെ. ചേച്ചി ഗാർഡനിൽ ഇപ്പോൾ നമ്മൾ എന്തൊക്കെ ഐറ്റംസ് ആണ് മെയിനായിട്ട് ചെയ്യുന്നത്? മെയിനായിട്ട് ചെയ്യുന്നതെന്ന് പറയുന്നത് എപ്പിസി ആണ്. എപ്പിസി ഒരു 92 വെറൈറ്റി ഉണ്ട്. 92 വെറൈറ്റി ഉണ്ട്. ഓക്കെ. പിന്നെ ബിഗോണിയ ഉണ്ട്, ഒരു 70-ലധികം ഉണ്ട്. വെറൈറ്റി ഉണ്ട് അല്ലേ. പിന്നെ എല്ലാം ചെയ്യുന്നുണ്ട്. ഇപ്പൊ അഗ്ലോണിമ ഒരു 50-ലധികം ആയിട്ടുണ്ട്. പക്ഷെ അഗ്ലോണിമയും ബിഗോണിയും ഒന്നും സെയിൽ ആയിട്ടില്ല. ബിഗോണിയ അടുത്ത് തന്നെ മാർച്ചൊക്കെ ആവുമ്പോ ആവും. പിന്നെ ഓർക്കിഡ് ഉണ്ട്. ഓർക്കിഡും ഇപ്പൊ സെയിലിന് അത്രയും കൂടെ. ഓർക്കിഡ് 500 വെറൈറ്റി അല്ല, 500-ലധികം ഓർക്കിഡ് ഉണ്ട്, ഗ്രൗണ്ട് ഓർക്കിഡ് കൂടാതെ തന്നെ. പിന്നെ ഹാങ്ങിങ്സും ഇതൊക്കെ വേറെ ഉണ്ട്. എല്ലാ തരത്തിലുള്ള പ്ലാന്റുകളും നമുക്ക് ഈ ഒരു ഹോം ഗാർഡനിൽ അവൈലബിൾ ആണ്. പക്ഷേ ഇത് ഫുൾ ടൈം ഗാർഡനിങ് തന്നെയാണോ? അല്ല, എനിക്ക് അംഗനവാടിയിൽ ജോലിയുണ്ട്. അംഗനവാടി ടീച്ചറാണ്. അപ്പം ഗാർഡനിങ് ഇഷ്ടമാണ്. അപ്പൊ അതുകൊണ്ട് ഇത് സൈഡായിട്ട് ചെയ്യുന്നതാണ്. സൈഡായിട്ട് ചെയ്തിട്ട് തന്നെ ഇങ്ങനെയുണ്ടല്ലേ. ഓക്കെ ചേച്ചി, അപ്പൊ നമുക്ക് ഈ സംഭവങ്ങളൊക്കെ ഒന്ന് ജസ്റ്റ് കണ്ടാലോ? തീർച്ചയായിട്ടും. നമ്മളിപ്പോ ആദ്യമായിട്ട് പരിചയപ്പെടാൻ പോണേ ഇത് ഷിമറിംഗ് റെഡ് എന്ന് പറയും. ഷിമറിംഗ് റെഡ് അല്ലേ. ഇതിന് നല്ല സിൽവർ ലൈനായിട്ട് ഇങ്ങനെ വരും. നല്ല ബുഷിയായിട്ട് നിൽക്കുമ്പോ നല്ല ഭംഗിയാണ്. ഫ്ലവർ റെഡ് തന്നെയാണ്. പിന്നെ ഇത് അടുത്തായിട്ട് ഷീബാങ്സ് ആണ്. ഇത് കുറച്ച് ഇതായ കടയാണ്. നല്ല പ്ലാന്റ് അവിടെ വേറെ കാണാം. അപ്പൊ ഇത് ചതുരച്ചട്ടി ഇവിടെ വെക്കാൻ എളുപ്പമുള്ളത് കൊണ്ട് ഇവിടെ വെച്ചിരുന്നതാണ്. ഇത് ക്രിസ്മസ് പിങ്ക് എന്ന് പറയും. ക്രിസ്മസ് പിങ്ക് അല്ലേ. ഇതും ഇങ്ങനെ ബുഷിയായിട്ട് വളർത്താനാണ് എനിക്ക് നല്ല ഇഷ്ടം. പിന്നെ ഇത് പേരറിയില്ല, നല്ല റെഡ് പൂവാണ്, നല്ല ഭംഗിയാണ്. പിന്നെ ഇത് തന്നെയാണ് അത്. ഇത് ബ്ലഷിംഗ് ലിസ. ഇതിന്റെ പൂവുള്ളത് നമുക്ക് അവിടെ കാണാം. അവിടെയാണ് വേറെ. ഇതൊക്കെ നമ്മൾ ഈ കാണുന്ന പ്ലാന്റുകളൊക്കെ നമ്മൾ സെറ്റ് ചെയ്തിട്ട് എത്ര നാളുകളുണ്ടോ ഏകദേശം ചേച്ചിയുടെ കണക്കനുസരിച്ച്? ഇത് സെറ്റ് ചെയ്തിട്ടെന്ന് പറയണ 1 വർഷമൊക്കെ ആയിട്ടുണ്ടാവോ? ഇല്ല, ഒക്ടോബറിൽ സെറ്റ് ചെയ്തിരിക്കുന്നത്. 2021 ഒക്ടോബറിലാണ് ഇത് സെറ്റ് ചെയ്തത്. ഓക്കെ. പിന്നെ ഇതൊരു യെല്ലോ ഇപ്പൊ 4 തരം ഉണ്ട് ഇവിടെ. 4 വെറൈറ്റി ഉണ്ട്. 4 കൃത്യമായിട്ട് പറഞ്ഞാൽ 5 ഉണ്ട്, സൗമ്യ അടക്കാം. ഗ്രീൻ തന്നെ 4 എണ്ണം ഉണ്ട്. അതിലിപ്പോ ഇത് പൂവൊക്കെ ആയതാണ്. പിന്നെ ഇത് ബ്ലഷിംഗ് ലിസ. അതെ, ഇവിടെ ഇത് മൂൺ സ്റ്റാർ എന്ന് പറയുന്നതാണ്. ഇത് റെഡ് പൂ തന്നെയാണ്. പിന്നെ ഇത് നല്ല ഭംഗിയാണ്. ഇതിന്റെയും പേര് എനിക്ക് കൃത്യമായിട്ട് അറിഞ്ഞൂടാ. പക്ഷെ ഒത്തിരി പേര് ചോദിക്കുന്ന വെറൈറ്റി. ആദ്യം അതിനനുസരിച്ചുള്ള സീഡ്ലിങ്സ് അങ്ങനെ കിട്ടിയിട്ടില്ലായിരുന്നു. തൈകൾ അത്ര വരുന്ന ടൈപ്പല്ല. കോസ്റ്റ്ലി ആണോ ഒരു പ്ലാന്റ്? കോസ്റ്റ്ലി ആണോ? ശരി, ഇല്ല, കോസ്റ്റ്ലി ആയിട്ട് പറയാൻ പറ്റില്ല. 100 രൂപ അത്രേ ഉള്ളൂ. റയറാണ്. പിന്നെ ഇത് ബ്ലൂ നെയില്. അതിന്റെ അവിടെ കാണാൻ നന്നായിട്ട് ധരിക്കണം. അതിൽ നല്ല പൂക്കളാണ് നന്നായിട്ട് നിറച്ച്. പിന്നെ ഇത് വേറെ ടൈപ്പ്
കണ്ടോ ഇത് ഒരു സിൽവർ ഷെയ്ഡ് വരുന്നുണ്ടല്ലേ? ഷെയ്ഡ് വരുന്നതാണ്. ഇതിലതില്ല. ഇതതില്ല. പക്ഷെ കാണുമ്പോ ഒറ്റ നോട്ടത്തില് പ്ലാന്റ് സെയിമാന്ന് എല്ലാവർക്കും തോന്നും. പക്ഷെ നല്ല വ്യത്യാസമുണ്ട് കണ്ടോ, ഇതിന്റെ ലീഫ് എന്ന് പറയുന്നത് നല്ല വ്യത്യാസമുണ്ട്. പിന്നെ ഇത് സിൽക്കി പിങ്ക് എന്ന് പറയുന്നതാണ്. സിൽക്കി പിങ്ക് അല്ലേ? ഇതിന്റെ ഫ്ലവറിന് നേരിയ വ്യത്യാസമുണ്ട് അല്ലേ? വ്യത്യാസമുണ്ട്. ഒരു പിങ്ക് കളർ ഫ്ലവറാ വരുന്നത്. പിങ്ക് കളറും പിന്നെ അത് ശരിക്കും ഇപ്പൊ ഇത് വാടിയത് കൊണ്ടാണ് അത് ശരിക്കും ഫോട്ടോയില് കണ്ടു കഴിഞ്ഞാല് നല്ല ഒരു വ്യത്യാസം കാണും. ഞാനിപ്പോ ഒരുപാട് ഗാർഡൻസ് കണ്ടിട്ടുണ്ട്. അപ്പൊ അവിടെയൊക്കെ കാണുന്ന എപ്പീഷ്യ അപേക്ഷിച്ചിട്ട് ഇതിന്റെയൊക്കെ ഒരു ലീഫ്, എല്ലാ പ്ലാന്റിന്റെയും ലീഫ് നല്ല സൈസാണ്. മാത്രമല്ല പ്ലാന്റും നല്ല ഗ്രോത്ത് ആണ്. ചേച്ചി അപ്പൊ എന്താണ് ഇതിന് ഫെർട്ടിലൈസർ, അല്ലെങ്കിൽ എങ്ങനെയാണ് ഇവരെ കെയർ ചെയ്തെടുക്കുന്നത്? ഫെർട്ടിലൈസർ എന്ന് പറഞ്ഞാല് ഇപ്പൊ പ്രത്യേകിച്ചൊന്നും പറയാനില്ല. കാരണം നമ്മള് ചാണകപ്പൊടി ഒഴികെ ഒന്നും ഞാൻ കൊടുക്കുന്നില്ല. ഒന്നും കൊടുക്കുന്നില്ല എന്ന് പറഞ്ഞാല് ചാണകപ്പൊടി പോട്ടിംഗ് മിക്സ് എന്ന് പറയുന്നത് നമ്മുടെ സാധാരണ ചുവന്ന മണ്ണ്, പിന്നെ നല്ല സാധാരണ മണ്ണ്, പിന്നെ ചകിരിച്ചോറ് നല്ലോണം ചേർക്കും. അതിന്റെ സമം തന്നെ ചേർക്കും നമ്മള്. ചകിരിച്ചോറ് അതിന്റെ പുളി കളഞ്ഞിട്ടാണ് നമ്മൾ ചേർക്കുന്നത്. അതെന്ന് പറയുന്നത് ഇപ്പൊ സാധാരണ നമ്മള് നമ്മള് ഈ കട്ടയായിട്ട് വാങ്ങുന്ന ചകിരിച്ചോറാണെങ്കിൽ കുഴപ്പമില്ല എന്നാ പറയണേ. പക്ഷെ അത് നമുക്ക് ഒരിക്കലും മുതലാവില്ലല്ലോ. ഞങ്ങള് ബൾക്കായിട്ട് ഇങ്ങനെ ചാക്കാണ് വാങ്ങുന്നത്. അപ്പൊ ഞങ്ങള് വർഷകാലത്താണെങ്കിൽ അത് അവിടെ മഴയത്തിടും. അപ്പൊ ഒരു 3-4 ദിവസം കഴിയുമ്പോ അതിന്റെ പുളി നല്ല മഴയാണെങ്കിൽ പൊക്കോളും. അല്ലെങ്കിൽ ഞങ്ങള് സിമന്റ് ഇട്ട സ്ഥലത്ത് ഈ ചാക്ക് വെച്ചിട്ട് 2-3 ദിവസം അതിനകത്ത് ഒരു 3 പ്രാവശ്യമെങ്കിലും വെള്ളം ഒഴിച്ചു കൊടുക്കും നന്നായിട്ട്. അപ്പൊ അതിന്റെ കറ കുറെ പോകും. അതാണ് ചേർക്കുന്നത്. പിന്നെ ചാണകപ്പൊടിയും ചേർക്കും. ഉണക്കം ചാണകം മാത്രമേ കൊടുക്കാറുള്ളൂ. പിന്നെ ഒരു 3 മാസത്തോളം ഒന്നും ചെയ്യില്ല. അത് കഴിഞ്ഞ് വീണ്ടും നമ്മള് ആദ്യം ഞാൻ ചെയ്തുകൊണ്ടിരുന്ന ചാണകപ്പൊടി തന്നെ കുറച്ച് ഇട്ട് കൊടുക്കലാണ് പതിവ്. പക്ഷെ ഇപ്പൊ ഞങ്ങൾക്ക് ഇവിടെ ഗോമൂത്രം കിട്ടുന്നുണ്ട്. അപ്പൊ ഒരു ആഴ്ചയില് ഒരു പ്രാവശ്യം അതൊരു 6 ഇരട്ടി വെള്ളം ചേർത്ത് 6-5 ഇരട്ടിയെങ്കിലും ചേർക്കണം. അത് ഒഴിച്ചു കൊടുക്കും. വേറെ ഒരു വളവും ചെയ്യും. ഇത് സ്നേക്ക് സ്കിൻ അല്ലേ? ഓക്കെ. അത് പാമ്പിന്റെ പോലത്തെ ഒരു സ്കിൻ അല്ലേ? അതുകൊണ്ട് തന്നെയാണ് ആ പേര് വരുന്നത്. റെഡ് ഫ്ലവർ തന്നെയല്ലേ ഇതിന്? ഫ്ലവർ റെഡാ. ഓക്കെ. ഇതൊക്കെ എന്ത് നമുക്ക് സീഡ്ലിംഗ് ഒക്കെ നമ്മൾ എന്ത് റേറ്റ് അയച്ചു കൊടുക്കുന്നത്? ഇതിന്റെ ഇത് 150 150 അല്ലേ? ഇത് 100. ഓക്കെ. ഇതും 150. ഇത് ആദ്യം ഇനി കൊടുക്കാൻ പോകുന്ന വിലയാട്ടോ. ആദ്യം ഇതിലും കുറച്ച് കൂടുതലാ കൊടുത്തിരുന്നത്. ഇത് 200. പിന്നെ ഈ ഷീ ബാങ്ക്സ് 150. അതായത് വെറൈറ്റീസും അതിന്റെ ഒരു റേറ്റ് വരുന്നത്. ഇത് ജോയ്സ് ഡീപ്പിലെ എന്ന് പറയുന്ന പ്ലാന്റ് ആണ്. ഇത് നല്ല ഭംഗിയല്ലേ? ഇത് 150 രൂപയ്ക്കാണ് കൊടുക്കുന്നത്. ബ്ലഷിംഗ് ലിസയാണ് ഇത്. 400-നാണ് കൊടുത്തോണ്ടിരുന്നത്. ഇപ്പൊ ഇനി 350. നമുക്ക് ഇഷ്ടം പോലെ തൈകൾ അവൈലബിൾ ആണ്. പിന്നെ ഇത് ഗ്രീൻ ടീ അല്ലേ? ഇതിന്റെ പ്രത്യേകത എന്താ? ശരിക്കും എല്ലാ പ്ലാന്റിനും കുറച്ച് ഡിഫറെന്റ് ആണല്ലോ ആള്. ഇത് നമ്മള് കൃത്യമായിട്ട് പറഞ്ഞാല് ഒക്ടോബർ 5-ാം തീയതി ഞാൻ വാങ്ങിയിട്ടേ ഉള്ളൂ. ഒക്ടോബർ 5-ാം തീയതി എടുത്തിട്ടുള്ളൂ അല്ലെ? അപ്പൊ എങ്ങനെയായിരുന്നു? ചെറിയ തൈയായിരുന്നു? ചെറിയ തൈ എന്ന് പറഞ്ഞാൽ തീരെ ചെറിയ തൈയായിരുന്നു. പക്ഷെ ഇപ്പൊ എനിക്കൊരു 10 കൂടുതൽ തൈകളായിട്ടുണ്ട്. ഉണ്ടല്ലേ? ഓക്കെ. അപ്പൊ നമുക്ക് അതും കൊടുക്കാനുണ്ട്. അതെന്ത് റേറ്റ് ആയിട്ട് നമ്മൾ കൊടുക്കുന്ന റേറ്റ്? ഇത് 500-നാ കൊടുക്കാം. 500 അല്ലേ? ഓക്കെ. ഇപ്പൊ ഇതില് തന്നെ ഇനിയിപ്പോ ഇതൊക്കെ എടുക്കാറായ തൈയാണ്. തൈകളാണ്. ചേച്ചി ഇപ്പൊ കളക്ട് ചെയ്ത് എന്ത് റേറ്റിനായിരുന്നു? അത് നല്ല റേറ്റ് ആയിരുന്നോ? ആണല്ലേ? ഓക്കെ. പിന്നെ ഇത് സൗമി. യെല്ലോ ഫ്ലവർ ആണല്ലേ? ഇത് നമ്മുടെ സ്ട്രോബെറി മിസ്റ്റ് എന്ന് പറയുന്നതാണ്. സ്ട്രോബെറി മിസ്റ്റ് അല്ലേ? പിന്നെ ഇത് തായ് സിൽക്ക് എന്ന് പറയുന്ന വെറൈറ്റിയാണ്. തായ് സിൽക്ക് അല്ലേ? ഇതിന്റെ എനിക്ക് പേരറിഞ്ഞൂടാ. ഇത് നന്നായിട്ട് ഇപ്പൊ ഇന്നൊക്കെയാണ് കുറെ പൂക്കൾ. ഇന്നലെയൊക്കെ ഇവിടെ നിറച്ച് പൂവായിരുന്നു. ഇതിന്റെ ഒരു ഫ്ലവർ എത്ര നാളെ ലാസ്റ്റ് ചെയ്യും? ഫ്ലവർ ഒരു 2-3 ദിവസം നിൽക്കണ്ടെന്നാണ്. ആണല്ലേ? 3 ദിവസം നിൽക്കും അല്ലേ? പിന്നെ ഇത് ചോക്കോ വെൽവെറ്റ് എന്ന് പറയുന്ന വയലറ്റ് പൂവാണ്. ചോക്ലേറ്റ് പോലെയൊക്കെ തന്നെ ഇരിപ്പുണ്ട് അല്ലേ?
പിന്നെ ഇത് വേറൊരു വെറൈറ്റിയാണ്. പേരറിയില്ല അല്ലേ? പേരറിയില്ല. ഇത് ഫ്രോസ്റ്റി ഗ്രീൻ എന്ന് പറയുന്നതാണ്. ഗ്രീൻ. ഗ്രീനിന്റെ സെക്കൻഡറി തന്നെ സിൽവർ ഷെയ്ഡ് വരുന്നുണ്ട് അല്ലേ? പിന്നെ ഇതിന്റെയും പേരറിയില്ല എനിക്ക്. ഇതിന്റെ ഈ ലൈനൊക്കെ കാണാനായിട്ട് നല്ല ഭംഗിയാണ്. തീർച്ചയായിട്ടും. ഇതും അങ്ങനെ തന്നെയാണ്. പിന്നെ ഇത് സൗമ്യ തന്നെയാണ്. ശരിക്കും എന്റെ എല്ലാ പ്ലാന്റിന്റെ പോലെ ഇപ്പോഴാണ് സൗമ്യ വരുന്നത്. കാരണം സൗമ്യ ഇത്രയും ഉണ്ടായിരുന്നില്ല. സൗമ്യ എന്റെ ഇത് രണ്ടും സെയിമാണ്. വളർച്ച കൂടുതലുണ്ട്. പക്ഷെ സൗമ്യ എനിക്ക് തൈകൾ തന്നെ കുറച്ചേ കിട്ടിയിരുന്നുള്ളൂ. ഒക്കെ ആദ്യം പോയ പോലെയൊക്കെ ആയതാണ്. പക്ഷെ പിന്നെ പകർത്തി അത് ശരിയായി വന്നു. പിന്നെ ഇതും വേറൊരു പേരറിയില്ല. പക്ഷേ ഈ പ്ലാന്റ് ശരിക്കും നമ്മളെങ്ങനെയാ നമ്മളൊരു ട്രയൽ സെറ്റ് ചെയ്യുന്നതാണോ നല്ലത്, അത് ഹാങ്ങിങ് ആയിട്ട് ഉപയോഗിക്കുന്നതാണോ നല്ലത്? ചേച്ചിയുടെ അഭിപ്രായം? എന്റെ അഭിപ്രായം പറഞ്ഞാൽ രണ്ടല്ല, ഞാൻ ആദ്യം 3 സെറ്റ് ചെയ്തിരുന്നു. കുറച്ച് ഞങ്ങൾ അവിടെ എന്താ പറയാ വെർട്ടിക്കല് സെറ്റ് ചെയ്തിട്ടുണ്ട്. അതും ഭംഗി തന്നെയാണ്. അപ്പൊ അത് സെറ്റ് ചെയ്തത് കണ്ടിട്ട് ഇവിടെ ഞാനിങ്ങനെ കൊടുക്കുന്നതിന് മുന്നേ തന്നെ ഒരാള് വന്ന് കണ്ടപ്പോ അത് എല്ലാം വാങ്ങിയിട്ട് പോയി. പിന്നെ അത് ചെയ്യാനുള്ള ഒരു ഗ്യാപ്പ് കിട്ടിയിട്ടില്ല. അപ്പൊ അത് അങ്ങനെ ചെയ്യുന്നില്ല എന്നുള്ളൂ. പിന്നെ ഹാങ്ങിങ് എന്ന് പറഞ്ഞാൽ എനിക്ക് അതൊക്കെ അങ്ങനെ ഹാങ് ചെയ്തിടുന്നത് നല്ല ഇഷ്ടമാണ്. ആ ഗ്രീനൊക്കെ അങ്ങനെ കിടക്കണം ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ അതും നന്നായിട്ടുണ്ടല്ലോ. പക്ഷെ പ്ലാന്റുകൾക്ക് ഏറ്റവും കൂടുതൽ വളർച്ച കിട്ടുന്നത് എങ്ങനെയാണ്? നമ്മളൊരു ഈ ട്രയൽ സെറ്റ് ചെയ്യുന്നതാണോ അതോ ഹാങ്ങിങ് ആണോ? അത് രണ്ടും വ്യത്യാസമൊന്നുമില്ല. പക്ഷെ ഇത് ഇങ്ങനെ നിൽക്കുമ്പോ ഇതിനൊരു പ്രത്യേക ഭംഗിയുണ്ട്. തീർച്ചയായിട്ടും. പ്രത്യേകിച്ച് ബുഷിയായിട്ട് പാടുന്ന പ്ലാന്റ്. പിന്നെ ചിലതിന് ബുഷിയായിട്ട്, ഈ പ്ലാന്റ് ഒക്കെ ബുഷിയായിട്ടും ഇതായിട്ടും രണ്ടും ഒന്നുപോലെ ഭംഗിയാണ്. അതുപോലെ ക്രിസ്മസ് ട്രീ ഇങ്ങനെയാണ് ഭംഗി. ഇത് നമ്മുടെ മോസഗാട്ട് എന്ന് പറയുന്ന പ്ലാന്റ് ആണ്. സാധാ എന്ന് പറയുന്ന സാധനമാണ്. പക്ഷെ അതാണെങ്കിലും നല്ല ഭംഗിയാണ്. ഇത് പാൻഡമൈറ്റ് എന്ന് പറയുന്നതാണ്. ഇത് DND ഫോളിയോ എന്ന് പറയുന്ന പ്ലാന്റ് ആണ്. വൈറ്റ് ഫ്ലവർ ആണ്. പക്ഷെ ഇത് ശരിക്കും എപ്പിസേല് പഠിച്ചിരിക്കുന്നുള്ളൂ എന്നാണ് പറയണേ. ഫ്ലവർ അതുപോലെ തന്നെയാണല്ലോ. അപ്പൊ എപ്പിസേൽ തന്നെ പെടുത്തിയിരിക്കുന്നു. ശരിക്കും അതല്ല എന്നാണ് പറയണത്. പിന്നെ ഇതിന്റെയും പേര് എനിക്കറിയില്ല. ഇത് മറ്റേ ക്രിസ്മസ് ട്രീയോട് ഇതുള്ള ഇതൊക്കെ അങ്ങനെയാണ്. പിന്നെ ഇത് വേറെ ഒരു വെറൈറ്റിയാണ്. പിന്നെ ഇത് കണ്ടോ, ഇതിന്റെ പേരെന്താ? അതിന്റെ പേര് എനിക്ക് അറിയില്ല. ബുദ്ധിമുട്ടാണ്. പിന്നെ ഇതൊരു വെറൈറ്റിയാണ്. ഓർത്ത് വെക്കണെന്ന് പറഞ്ഞാൽ അതുകൊണ്ടല്ല, നമ്മൾക്ക് അംഗനവാടിയിലെ കാര്യങ്ങളും പിന്നെ ഇതും കൂടി ആകുമ്പോ അതും നല്ല ഇത് വേണല്ലോ. അപ്പൊ അത് കാരണം കൊണ്ട് അങ്ങനെ അങ്ങോട്ട് നോക്കുന്ന ഏതാണ്ട് ഒരു സെയിം ഇതൊക്കെ തന്നെയാണ് ഈ പ്ലാന്റുകളും അല്ലെ പറഞ്ഞു തരുമ്പോ അതേപോലെ തന്നെ കെയർ ചെയ്യണം നമ്മള്. പിന്നെ ഇതും എനിക്കങ്ങനെ പേരറിയില്ല. പക്ഷെ നല്ല ഭംഗിയല്ലേ എന്റെ വീഡിയോക്കെ കാണാനായിട്ട്. പിന്നെ ഇതും ഞങ്ങള് കഴിഞ്ഞ ഒക്ടോബറില് ഗ്രീൻ ടീ ഒക്കെ കളക്ട് ചെയ്തതാണ്. ഇത് അപ്പൊ കളക്ട് ചെയ്തതാണ്. കുറച്ച് വ്യത്യാസമുണ്ട്, പക്ഷെ നമുക്കറിയില്ല. ഇത് ആദ്യമേ ഉള്ളതാണ്. പിന്നെ ഇത് മാത്രം എന്താ പറയാ പനാമ വൈറ്റ് ആണ്. അല്ല, കുറച്ചായിട്ടുണ്ട്. പക്ഷെ ഇതിന് മാത്രം തൈകള് കുറവ് കിട്ടിയ കാരണം അതിന്റെ തൈയാണ് ഇരിക്കുന്നത്. ഇതൊക്കെ നമുക്ക് കൊടുക്കാനുള്ള സീഡ്ലിങ്സ് ആണോ? അത് സ്റ്റാർ ഓഫ് ബെത്ലഹേം, അതിൽ പൂവുണ്ടായി. ജിഫി ബാഗിലാണോ നമ്മൾ? അല്ല. പിന്നെ ഇതും ഞങ്ങൾ ഒക്ടോബറിൽ കളക്ട് ചെയ്ത പ്ലാന്റ് ആണ്. ഡിക്സി ഡൈനാമിറ്റ് എന്ന് പറയും. റെഡ് ആണെങ്കിലും അത് കാണാൻ നല്ല ഭംഗിയാണ്. പിന്നെ ഇതും പുതിയ വെറൈറ്റി. പിന്നെ ഇത് ആദ്യം ഉണ്ട്. പക്ഷെ ആ സ്നേക്ക് സ്കിന്നിനോടൊരു സാദൃശ്യമുള്ളതാണ്. അതല്ല ഇത്.
പക്ഷെ പെട്ടെന്ന് കാണുമ്പോൾ ഒരുപോലെയൊക്കെ തന്നെ ഇരിക്കും. ആ പിന്നെ ഇത് നല്ല പ്ലാന്റ് അല്ലേ, കോസ്റ്റോറിക്ക ലൈറ്റ് എന്ന് പറയും. ഓക്കെ, ഒരു പിങ്ക് കളർ ഫ്ലവർ അല്ലേ? ഫ്ലവർ പിങ്കും ഇതിന്റെ ലീഫും നല്ല പ്രത്യേകതയല്ലേ. ഓക്കെ ഓക്കെ. പിന്നെ ഇത് റെഡ് ഫ്ലവർ ആണ്, പക്ഷെ ഇത് ഇപ്പൊ എല്ലാം റെഡ് ആയിട്ടാ നിക്കണേ. ഇതില് ഓറഞ്ച് ഫ്ലവറും ഉണ്ടാവാറുണ്ട് ഇടയ്ക്ക്. ഒരു പ്ലാന്റിൽ തന്നെ 2 കളർ ഉണ്ടാവും. പിന്നെ ഇത് തായ് പിങ്ക് ആണ്. തായ് പിങ്ക് അല്ലേ? പക്ഷെ ഇതിന്റെ ലീഫൊക്കെ മറ്റേ സ്റ്റാർ ഓഫ് ബെത്ലഹേമിന്റെ പോലെ ഇരിക്കണം, പക്ഷെ പൂവ് പിങ്ക് ആണ്. ഓക്കെ ഓക്കെ. പിന്നെ മഞ്ഞ ഞാൻ പറഞ്ഞില്ലേ 4 തരം, 4 എന്ന് പറഞ്ഞാൽ 5 തരം ഉണ്ട് ഇവിടെ ശരിക്കും. അതൊന്ന് സൗമ്യ ബ്ലാക്ക് ലീഫ് അല്ലേ. പിന്നെ ഇത് യെല്ലോ ആണ്. പിന്നെ ഇത് വേറൊരു തരം യെല്ലോ ആണ്. ഇത് രണ്ടും ഒപ്പം പിടിക്കുമ്പോ ഇതിന്റെ ലീഫ് കണ്ടാ നല്ല വ്യത്യാസമില്ല, കാണുമ്പോ ഒറ്റ നോട്ടത്തിൽ ഒരുപോലെ ഇരിക്കും അല്ലേ. പിന്നെ ഇതെന്ന് പറയണ ഇപ്പൊ നമ്മള് നേരത്തെ പറഞ്ഞില്ലേ എങ്ങനെ നിർത്തണേ നല്ലതെന്ന്, ഇത് ശരിക്കും ബുഷിയായിട്ട് നിക്കുന്നേക്കാളും ഇത് ഹാങ് ആയി വരും. ഹാങ് ആയിട്ട് വരും അല്ലേ. ഓക്കെ ഓക്കെ. ഇത് പിന്നെ കണ്ടോ, ഇതുമ്മേ ഇതിന്റെ ലീഫിന് തന്നെയുണ്ട് ഒരു യെല്ലോയിഷ് കൂടുതൽ. ഇത് നമ്മൾ നേരത്തെ കണ്ടായിരുന്നല്ലേ? ഇല്ല, ഇതവിടെ കണ്ടിട്ടില്ല. ഇതിന് ഒരു എന്താ പറയാ, ഒരു നിയോൺ കളർ പോലെയുള്ള ഒരു. പക്ഷെ ഓരോ ലീഫ് നമ്മളെടുത്ത് നോക്കുമ്പോഴാണ് അതിന്റെ ഒരു പ്രത്യേക വ്യത്യാസം അറിയുന്നത്. അല്ലെങ്കിൽ എല്ലാം കോമൺ ആയിട്ട് തന്നെ. ഇത് വാർ പെയിന്റ് എന്ന് പറയുന്നതാണ്. വാർ പെയിന്റ്. പിന്നെ ഇത് നമ്മളുടെ എമറാൾഡ് വെൽവെറ്റ് എന്ന് പറയുന്ന വയലറ്റ് പൂവ് തന്നെയാണ്. ഇതാണ് നമ്മൾ ശരിക്കും അവിടെ കണ്ടത്. അത് ഇപ്പൊ ഒത്തിരി ആയി, അതുകൊണ്ടാണ്. ഇതാണ് ശരിക്കും ക്രിസ്മസ് പിങ്ക്. ഇതിന്റെ ലീഫ് കണ്ടോ, ഇതുപോലെ നിൽക്കും. അത് ശരിക്കും ലൈറ്റ് ഷെയ്ഡ് വേണം അല്ലെ? വെയില് വേണം, ചെറുതായിട്ട് ഒരു ഭംഗി. വെയില് വേണം, വെയിലില്ലെങ്കിൽ അത്യാവശ്യം വെയില് വേണം. വെയില് വേണ്ടെന്ന് പറയാൻ പറ്റില്ല. ഇത് നമ്മള് നേരത്തെ അവിടെ കണ്ട ഷീ ബാങ്ക്സ്. സാധാ ഹാങ്ങിങ് ചെട്ടിലായിട്ടും കണ്ടോ, അത്രയുണ്ട്. ഇത് നമ്മൾ നേരത്തെ കണ്ടതാണോ? അത് ക്രിസ്മസ് ട്രീ നമ്മളവിടെ കണ്ടതാണ്. ഇത് വേറൊരു അവിടെ ഞാൻ ചിലപ്പോ 2 തരം പൂവുണ്ടാവണമെന്ന് പറഞ്ഞില്ലേ, അതാണിത്. ഇതാണ് ക്ലിയോപാട്ര. അല്ല, ക്ലിയോപാട്ര അല്ല, സ്റ്റാർ ഓഫ് ബെത്ലഹേം. സ്റ്റാർ ഓഫ് ബെത്ലഹേം. ഇതൊക്കെ വളരെ റയറാണോ? ഇതിന്റെ പൂവിന് നല്ല പ്രത്യേകതയുണ്ട്. ഇതിന്റെ പൂവിനാണ് പ്രത്യേകതയേക്കാളും. പിന്നെ ഇതാണ് ക്ലിയോപാട്ര. ഇതെന്ന് പറയണ ഇപ്പം ബാക്കിയുള്ളതൊക്കെ ഞാൻ അങ്ങനെ കണക്കാക്കിയൊന്നും ചെയ്യില്ല. പക്ഷെ ഇത് ക്ലിയോപാട്രയൊക്കെ നമ്മള് കണ്ടോ, ഇതിപ്പോ ഇങ്ങനെ നിന്നിരുന്നതാണ്. ഇങ്ങനെ നിന്നത് നമ്മള് പതുക്കെ തൊടിയാതെ ഇങ്ങനെ വളച്ചു കൊടുത്തിട്ട് ഇങ്ങനെ പതുക്കെ അതിന് ഒരു ക്ഷതം പറ്റാത്ത രീതിയിൽ ഇങ്ങനെ ഒരു ഓട്ടുമുറിയോ അങ്ങനെ കല്ലോ എന്തെങ്കിലും പതുക്കെ വെച്ചു കൊടുക്കും. അപ്പൊ 2 ദിവസം കഴിയുമ്പോഴത്തേനും അതവിടെ വേര് ഊന്നിക്കോളും. അപ്പൊ പിന്നെ അതടക്കം അങ്ങനെ പറിച്ചെടുത്തിട്ട് നമ്മള് റിപ്പോർട്ട് ചെയ്യാം. അപ്പൊ എന്ന് പറയണത് പിടിക്കാൻ കുറച്ച് എളുപ്പമുണ്ട്. പിന്നെ ആ ബ്ലൂ നെയിലും എമറാൾഡ് വെൽവെറ്റും ഒക്കെ അങ്ങനെ തന്നെയാ. മറ്റതൊക്കെ സാധാരണ വേര് പിടിച്ചു വരുന്ന പോലെയാ. ഇതൊക്കെ എളുപ്പമായിട്ട് എങ്ങനെ ഉണ്ടായിക്കോളും. പക്ഷെ അതൊക്കെ അങ്ങനെ. നമ്മളിപ്പോ ഇത്രയും പ്ലാന്റ് കണ്ടല്ലോ, ഇതിൽ ഏറ്റവും കോസ്റ്റ്ലി എന്ന് പറഞ്ഞാൽ ഏതാണ്? കോസ്റ്റ്ലി ഇതാണ്, നമ്മുടെ ക്ലിയോപാട്രയാണ്. അതിന് 1000 രൂപ. 1000 രൂപ വരും അല്ലേ? ഒരു മദർ പ്ലാന്റ് ഒക്കെ ആണെങ്കിലോ? മദർ പ്ലാന്റിന്റെ കാര്യം ഇപ്പൊ നമുക്ക് ചിന്തിക്കാനില്ലാത്തതുകൊണ്ട് നമ്മൾ ഇതിന് കൊടുക്കാനുണ്ട്. സീഡ്ലിംഗ് കൊടുക്കാനുണ്ട്. സീഡ്ലിംഗ് കൊടുക്കാനുണ്ടെന്ന് ഞാനിപ്പോ പറയണില്ല, കാരണം എനിക്കൊരിക്കലും നുണ പറയാൻ പറ്റില്ല. ഉണ്ട് എന്റെ കയ്യിൽ. ഇപ്പൊ അവിടെ തൈകള് കണ്ടുല്ലോ, പക്ഷെ അതൊക്കെ ചോദിച്ചു വെച്ചിരിക്കുന്നവർക്ക് തന്നെ തികയില്ല. അപ്പൊ പിന്നെ അത് മാത്രം നമ്മൾ അങ്ങനെ പറയണില്ല. സ്റ്റാർ ഓഫ് ബെത്ലഹേം പക്ഷെ ഇപ്പൊ തൈകള് കുറച്ചായിട്ടുണ്ട്, നല്ലപോലെ. പിന്നെ അവിടെ കുറച്ച് തൈകളും വെച്ചിട്ടുണ്ട്. അപ്പൊ കുറച്ച് എന്തായാലും ഉണ്ടാവും. ഇത് 2 മാത്രമേ കുറച്ചേ ഉള്ളൂ. ഇതാണ് അതിന്റെ പൂവ്. പിന്നെ അത് ഒരു 2 മദർ പ്ലാന്റ് കൂടെ ഉണ്ടാക്കണം എന്ന് വെച്ചിട്ടാണ് ഇത്.
അങ്ങനെ വെച്ചിരിക്കുന്നതാണ്. മറ്റേത് ഞാൻ അവിടെ ഗ്രീൻ ടീ പറഞ്ഞില്ലേ, അതിന്റെയാണ് ആ കാണുന്നത്. അല്ലേ? ഓക്കെ ഓക്കെ. പിന്നെ ഇത് നമ്മള് ക്രിസ്തുമസ് പിങ്ക് പറഞ്ഞത് എല്ലാം ഇപ്പൊ ഒട്ടുമിക്ക ഏറ്റവും കുറവ് പനാമ വൈറ്റിനാണ് അങ്ങനെ ഇതുള്ളത്. മദർ പ്ലാന്റ് നമ്മൾക്ക് കൂടുതലുണ്ട്, അത് കാരണമാണ് തൈകൾ കൂടുതൽ കൊടുക്കാൻ പറ്റുന്നത്. പിന്നെ ഇതും എനിക്ക് പേരറിയില്ല, ഇത് വേറൊരു പ്ലാന്റ് ആണ്. നല്ല ബുഷിയായിട്ട് വളർന്നുണ്ടല്ലേ? സീലിംഗ്സും പൊട്ടുന്നുണ്ടോ സൈഡിൽ കൂടി? പിന്നെ ഇത് വേറൊരു പ്ലാന്റ് അവിടെ കാണിച്ചിട്ടില്ല, നമ്മളുടെ അവിടെ ഇല്ല, പേരറിയില്ല. പിന്നെ ഇത് നമ്മുടെ ക്രിസ്മസ് ട്രീ എന്ന് പറഞ്ഞ പ്ലാന്റ് കണ്ടില്ലേ? ക്രിസ്മസ് ട്രീ അതിനോട് ചായ്വുള്ള ഒരു ഇതാണ്, ഇതിന്റെ പേരറിയില്ല. ഇത് വേറൊരെണ്ണാണ്. ഇത് ശരിക്കും പറഞ്ഞാല് ഇത് ഇപ്പൊ ഗോവയിലേക്ക് ഞാൻ കൊടുത്തപ്പോ ഒരാള് ചോദിച്ചിരുന്നു ഇത്. അപ്പം ഇതിന് എനിക്ക് കിട്ടിയ ആദ്യത്തെ മദർ പ്ലാന്റ് ആണ് ഇത്. ആ മദർ പ്ലാന്റിൽ നിന്ന് ഇത് ഇങ്ങനെ നിൽക്കുള്ളായിരുന്നു. അപ്പൊ ഞാൻ അതിന്റെ ഒരു ഭാഗം കട്ട് ചെയ്തിട്ട് വെച്ചു, അങ്ങനെ വെച്ച് ഉണ്ടാക്കിയതാണ്. അതിന്ന് ഇത് കണ്ടോ? പക്ഷെ ഇതിന്റെ ഈ ഇല കാണുമ്പോ മനസ്സിലാവണല്ലേ ഇതോ ഇതിന്റെ ഇല തന്നെയാണല്ലോ. പക്ഷെ ഇങ്ങനെ കാണുമ്പോ അവർക്കൊരു സംശയം, ഇത് പിങ്ക് പാച്ച് എന്ന് പറയണതാണ് ശരിക്കും. പിന്നെ ഇത് നല്ല ഭംഗിയുള്ള ഒരു, ഇതിന്റെ പേരും എനിക്കറിയില്ല. പിന്നെ ഇത് നമ്മുടെ മലേഷ്യൻ എന്ന് പറയുന്ന പ്ലാന്റ് ആണ്. പിന്നെ ഇതൊക്കെ സിൽക്കി പിങ്കിന്റെ ഒരു വെറൈറ്റിയാണ്. എങ്ങനെയാണ് ഈ പ്ലാന്റിന് വേണ്ട പോട്ടിംഗ് മിക്സ് നമ്മൾ റെഡിയാക്കണ്ടെന്ന് പറയാമോ? പോട്ടിംഗ് മിക്സ് റെഡിയാക്കണത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ മണ്ണ് എടുക്കണോ, അതിന്റെ സമം തന്നെ ചകിരിച്ചോറ് എടുക്കണോ. പിന്നെ അതിനകത്ത് അത്രയും തന്നെ ചേർക്കാറില്ല. അത് എനിക്ക് തോന്നുന്നു ഞങ്ങളുടെ ഈ മണ്ണിന് നല്ല വളക്കൂറുള്ള മണ്ണ്. അപ്പൊ അതുകൊണ്ട് നമ്മള് 1:1:1 ആയിട്ടല്ല ചേർക്കണത്. ചാണകപ്പൊടി കുറച്ച് കുറവ് ചേർക്കും. എന്നിട്ട് നമ്മളത് മിക്സ് ചെയ്തിട്ട് അതിനകത്ത് ചെടി നടും. പിന്നെ ഇപ്പം മണ്ണിന് വലിയ പ്രശ്നങ്ങൾ തോന്നാത്തത് കൊണ്ട് ഇപ്പൊ അത് ചെയ്യേണ്ടി വരുന്നില്ല. അല്ലെങ്കിൽ അല്ലാത്ത സമയത്ത് നമ്മള് ചെടികൾ നടുമ്പോ കുറച്ച് കുമ്മായപ്പൊടി ചേർത്ത് കൊടുക്കും. അപ്പൊ കുമ്മായപ്പൊടി ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ അത് നമ്മള് കുറച്ച് ദിവസം ഒരാഴ്ചയോളം അത് അങ്ങനെ വെച്ചേക്കും, ഒന്ന് മിക്സ് ആവാൻ വേണ്ടിട്ടല്ലേ. അപ്പം ഇതെന്ന് പറയുന്നത് ഇതിപ്പോ നമ്മള് സെയിലൊന്നും ആയിന്ന് പറയാൻ പറ്റില്ല. ഇത് എനിക്ക് ഭയങ്കര താല്പര്യമാണ് ബിഗോണിയ, കാരണം എനിക്ക് എപ്പോഴും ഇഷ്ടം പൂക്കൾ തന്നെയാണ്. പക്ഷെ പിന്നെ പൂക്കളില്ലാത്ത ദിവസം നമുക്കൊരു വിഷമമാണ്. പൂക്കളില്ലാതെ അപ്പൊ എന്ന് പറയണ ഇത് ചെടി നിൽക്കുമ്പോഴും ഭംഗിയാണല്ലോ എന്ന് വെച്ചിട്ടാണ് കുറച്ച് ഇങ്ങനെ ചെയ്യാന്ന് വിചാരിച്ചത്. അപ്പൊ ഇത് ബിഗോണിയുടെ കുറെ പേരൊന്നും അറിയില്ല. ഇതൊക്കെ കേളി ബിഗോണിയാണ്, അങ്ങനെയൊക്കെ അറിയാം, അത് ഇഷ്ടൊന്നും അറിയില്ല. സമയം വേണം. ഇതിന്റെ പ്രൊപ്പഗേഷൻ സ്റ്റാർട്ട് ചെയ്തല്ലോ ചേച്ചി? പ്രൊപ്പഗേഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അത് തൈകളായിട്ടുണ്ട്, ഞാൻ പിടിപ്പിച്ച തൈകളാണ് ഇരിക്കുന്നത് അല്ലേ? ഇതൊക്കെ എന്നത്തേക്കൊന്നും ഡെവലപ്പ് ആവും? ഒരു മാർച്ചില് കുറച്ച് ആവും, കൊടുക്കാനുണ്ടാവും. പിന്നെ പിഷി വാങ്ങാൻ വരുന്നവര് ഇങ്ങനെ കാണുന്നത് വാങ്ങിച്ചു കൊണ്ടുപോകുന്നുണ്ട്. അതിന്റെ തൈകളൊക്കെ കൊണ്ടുപോകുന്നുണ്ട്. ഇതൊക്കെ നല്ല കേളി ബിഗോണിയാണ്. ഏകദേശം കേളിയാണോ അല്ലെങ്കിൽ സാധാരണയാണോ കൂടുതലുള്ള? ഇപ്പോൾ കേളി ടൈപ്പ് 5-6 ടൈപ്പ് ഉണ്ട്. പിന്നെ ഇതൊക്കെ ടോട്ടലി ഇതെന്നറിയ ക്രിസ്തുമസ് ഇത് വെച്ചിട്ടുണ്ട്. പിന്നെ കാബേജ് ബിഗോണിയ വെച്ചിട്ടുണ്ട്. അതൊക്കെ ഇപ്പൊ തൈകള് വെച്ചിട്ടുണ്ട്. ഏകദേശം എല്ലാ കളക്ഷൻസും ആയില്ലേ? ഇനിയിപ്പോ പിടിപ്പിച്ചെടുത്ത് പ്രൊപ്പഗേറ്റ് ചെയ്ത് റെഡിയാക്കണം അല്ലേ? ഫ്രണ്ട്സ്,
അപ്പോൾ നമ്മുടെ ഉഷ ചേച്ചിയുടെ ഹോം ഗാർഡനിലെ കാഴ്ചകളും വിശേഷങ്ങളുമാണ് നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോയുടെ കണ്ടത്. ഈ ഒരു ഗാർഡൻ സ്ഥിതി ചെയ്യുന്നത് ടൗണിൽ നിന്ന് കുറച്ച് ഉള്ളിലായിട്ടാണ്. അപ്പോൾ നമ്മുടെ വീഡിയോയിലും ഈ ഉഷ ചേച്ചിയുടെ നമ്പർ നമ്മൾ ഡിസ്പ്ലേ ചെയ്യുന്നുണ്ട്. സംശയമുള്ളവർ ആ ഒരു നമ്പറിൽ കോൺടാക്ട് ചെയ്തതിന് ശേഷം മാത്രം വരിക. നമുക്ക് നല്ല രീതിയിലുള്ള പ്ലാന്റുകൾ, നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സ് നമുക്ക് ഇവിടെ അവൈലബിൾ ആണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടവർ ലൈക്ക് ചെയ്യുക, വീഡിയോ ഇഷ്ടപ്പെടാത്തവർ ഡിസ്ലൈക്ക് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നമ്മുടെ വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യുക. ഇതിലും നല്ല മറ്റൊരു വീഡിയോയുമായി നമ്മൾ തീർച്ചയായും കാണുന്നതായിരിക്കും. താങ്ക്സ് ഫോർ വാച്ചിങ്. ടേക്ക് കെയർ. ബൈ.